പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിക്രമിന്റെ ലോകം തന്റെ വർക്ക്ഷോപ്പിലെ അധ്വാനത്തിലും വീട്ടിലെ പ്രിയപ്പെട്ട കുടുംബത്തിലും സർവോപരി തന്റെ പ്രാണനായ വേദയിലും ഒതുങ്ങി. അന്ന് രാവിലെ പുതിയ ഊർജ്ജസ്വലതയോടെയാണ് വിക്രം വർക്ക്ഷോപ്പിലേക്ക് പുറപ്പെട്ടത്. വിക്രം തികഞ്ഞ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ഈ വേളയിലാണ് ഭൂതകാലത്തിന്റെ കറുത്ത നിഴൽ പോലെ രാധ വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വർക്ക്ഷോപ്പിന്റെ തിരക്കിനിടയിൽ രാധ കത്തുന്ന കണ്ണുകളോടെ വിക്രമിന്റെ മുന്നിൽ നിന്നു. അവളുടെ സ്വരം സങ്കടവും രോഷവും കലർന്നിരുന്നു. എന്നെ ഒഴിവാക്കിയിട്ട് നീയും അവളുമായി സന്തോഷമായിട്ട് ജീവിക്കുവാണല്ലേ? അതിന് ഞാൻ ഏതായാലും സമ്മതിക്കില്ല വിക്രം. അവളുടെ വാക്കുകളിൽ പഴയ അവകാശവാദത്തിന്റെ ചൂടുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്നവളല്ലേ ഞാൻ. എന്നെ മറന്നിട്ട് നിനക്കെങ്ങനെ അവളെ സ്നേഹിക്കാൻ കഴിയുന്നു വിക്രം? രാധയുടെ കണ്ണുകളിലേക്ക് ശാന്തമായി നോക്കിക്കൊണ്ട് തന്നെ വിക്രം പ്രതികരിക്കാൻ തുടങ്ങി. അവൻ്റെ വാക്കുകൾ ഉറച്ചതും എന്നാൽ വാത്സല്യമുള്ള സൗഹൃദം നിറഞ്ഞതുമായിരുന്നു. രാധേ, എൻ്റേത് ദിശ തെറ്റിയൊരു ജീവിതമായിരുന്നു. അതിനൊരു വഴിത്തിരിവുണ്ടാക്കി എന്നെ പുതിയൊരു മനുഷ്യനാക്കിയത് വേദയാണ്. ഇന്ന് എൻ്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. അവളോട് എനിക്ക് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട്. നിന്നോട് സൗഹൃദം മാത്രമാണ് എനിക്കുള്ളത്. ഞാനത് ഒരുപാട് തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നിനക്കെന്താ മനസ്സിലാവാത്തത്? നിനക്കത് മനസ്സിലാവാത്തത് നിന്റെ തെറ്റാണ് രാധേ. വിക്രമിൻ്റെ സൗഹൃദത്തെ പ്രണയമായി തെറ്റിദ്ധരിച്ച രാധക്ക് ഈ യാഥാർത്ഥ്യം താങ്ങാനായില്ല. പുറത്ത് സജിനും ജോസഫും അനിയൻകുട്ടനും അടങ്ങുന്ന വിക്രമിൻ്റെ കൂട്ടുകാർ ഈ സംഭാഷണം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ രാധ പറഞ്ഞു, പ്രേമിച്ചോ, നീ സന്തോഷമായിട്ട് തന്നെ അവളുടെ കൂടെ ജീവിച്ചോ. എൻ്റെ കണ്ണുനീരിൻ്റെ ശാപം നിനക്ക് കിട്ടാതിരിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം വിക്രം. ആ വാക്കുകൾ വിക്രമിൻ്റെ മനസ്സിൽ വേദനയുണ്ടാക്കി. ഓട്ടോയിൽ കയറി വളരെയധികം സങ്കടത്തോടു കൂടിയാണ് രാധ അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്ത് തന്നെ വിക്രം നിസ്സഹായനായി നോക്കി നിന്നു. കൂട്ടുകാരുടെ അടുത്തേക്ക് തിരിച്ചെത്തിയ വിക്രമിൻ്റെ മുഖത്ത് വിഷാദഭാവം നിഴലിച്ചു. അവൾക്കൊരു ജീവിതം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പുറകെ നടന്ന് അവൾ അവളുടെ ജീവിതം നശിപ്പിക്കുകയാണല്ലോ. ഇതിനിപ്പോൾ എന്താ ഒരു വഴി? അവളെക്കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാൻ എന്താണൊരു മാർഗം? വിക്രം കൂട്ടുകാരോട് പറഞ്ഞു. അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് എനിക്ക് കാണണം. വിക്രമിൻ്റെ വാക്കുകളിൽ രാധയോടുള്ള യഥാർത്ഥ സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. ജോസഫേട്ടൻ്റെ മറുപടി വിഷമം നിറഞ്ഞതായിരുന്നു. എടാ, എല്ലാവർക്കും അവൾ നിന്റെ പുറകെ നടക്കുന്നത് കാര്യമറിയാം. പിന്നെ അവളുടെ അച്ഛനാണെങ്കിൽ നാട് മുഴുവൻ പാടിക്കൊണ്ട് നടക്കുമല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഇനി നല്ലൊരു പയ്യനെ അവളെ കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സജിൻ അല്പം മടിയോടുകൂടെ എന്നാൽ ദൃഢമായ മനസ്സോടുകൂടെ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. കുറേ നാളായി ഞാനൊരാഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇനിയും ഇതിങ്ങനെ മറച്ചു വെക്കാനൊന്നും എന്നെക്കൊണ്ടാവില്ല. വിക്രം ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. എന്താടാ? എന്താണെങ്കിലും നീ ധൈര്യമായിട്ട് പറ. സഞ്ജിൻ്റെ വാക്കുകൾ അപ്രതീക്ഷിതമായിരുന്നു. രാധയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം. അത് കേട്ടപ്പോൾ വിക്രം ഞെട്ടലോടുകൂടെ അവനെ നോക്കി. നീ എന്താ സജിൻ, തമാശ പറയാണോ? എടാ, എനിക്ക് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സജിൻ്റെ മറുപടി വിക്രമിനെ മാത്രമല്ല എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അല്ല വിക്രം, ശരിക്കും എനിക്ക് അവളെ ഇഷ്ടമായിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയാത്തത് അവളുടെ മനസ്സിൽ വിക്രം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോടും അവളോടും ആരോടും പറയാതിരുന്നത്. ഇനിയും ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം. കല്യാണം കഴിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്നൊക്കെ പറയട്ടോ സജിൻ. സജിൻ്റെ നിസ്വാർത്ഥത വിക്രമിൻ്റെ മനസ്സിനെ സ്പർശിച്ചു. അവൻ സന്തോഷത്തോടെ സജിൻ്റെ തോളിൽ തട്ടി. നിന്നേക്കാൾ നല്ലൊരു പയ്യനെ അവൾക്കിനി കിട്ടാനുണ്ടോ? നിനക്കൊരു ദുശീലങ്ങളുമില്ല. എന്തുകൊണ്ടും അവൾക്ക് ചേരുന്നത് തന്നെയാണ് നീയെ. ഏതായാലും നല്ലൊരു തീരുമാനമായടാ സജിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രമിനും ഒരുപാട് സന്തോഷമായിരിക്കും. കൂട്ടുകാരെല്ലാവരും ഇത് കേട്ട് സന്തോഷിച്ചു. എന്നാലും കൊച്ചു കള്ള, നീ ഞങ്ങളോടെല്ലാം ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്ര കാലം നീ ഇതെല്ലാം തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുമായിരുന്നല്ലേ? എല്ലാവരും ചേർന്ന് രാധയുടെ അമ്മയോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും രാധയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവൾക്ക് നല്ലൊരു ജീവിതം നൽകണം. ഈ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണം. രാധയെ കൊണ്ട് നമ്മളത് സമ്മതിപ്പിക്കും. വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാത്രി വീട്ടിലെത്തിയ വിക്രമിനെ കാത്ത് വേദ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയായിരുന്നു. വിക്രമിനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. വിക്രം ചിരിച്ചുകൊണ്ട് അരികിലേക്ക് വന്ന് ചോദിച്ചു, എന്താ നിനക്കിന്ന് വല്ലാത്തൊരു സന്തോഷം? അതൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം നേരെ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്ന വിക്രമിനായി വേദ ചോറെടുത്ത് വെച്ചു. കമലമ്മയും സുധാകരൻ മാഷൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. വിക്രമും വേദയും ഭക്ഷണം കഴിക്കാനിരുന്നു. വിക്രം സ്നേഹത്തോടെ വേദയെ നോക്കി ചോദിച്ചു, നീ എന്താ എന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നേ? പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഭക്ഷണം നീ നേരത്തെ തന്നെ കഴിക്കുന്നതല്ലേ. അതൊന്നും മാറ്റേണ്ട കാര്യമില്ല. വിശക്കുന്നുണ്ടെങ്കിൽ നീ കഴിച്ചോളൂ. വേദയുടെ മറുപടിയിൽ ആ പഴയ കലഹത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. അത് തികഞ്ഞ പ്രണയത്തിൻ്റെ സ്വരമായിരുന്നു.
അതന്നല്ലേ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട്, പിന്നെ നിങ്ങളോടുള്ള ആ ഒരു പണ്ടത്തെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് നേരത്തെ കഴിച്ചിരുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. വേദയുടെ മറുപടി കേട്ട് വിക്രം ഹൃദയം നിറഞ്ഞൊരു ചിരി ചിരിച്ചു. ചോറ് കഴിക്കുന്നതിനിടയിൽ തന്നെ അവൻ ഒരു ഉരുള ചോറെടുത്ത് സ്നേഹത്തോടെ വേദയ്ക്ക് നൽകി. അവൾ അത് ആർദ്രതയോടെ കഴിച്ചു. പരസ്പരം കണ്ണുകളിൽ നോക്കിയ നിമിഷങ്ങൾ അവർക്കിടയിലെ സ്നേഹബന്ധത്തിന്റെ ആഴം വിളിച്ചോതി. വേദയും അതുപോലെ തന്നെ ഒരു ചോറ് വിക്രമിനും നൽകി. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അവർ ബെഡ്റൂമിലേക്ക് എത്തി. കട്ടിലിരുന്നു കൊണ്ട് തന്നെ വിക്രം ഇന്ന് വർക്ക്ഷോപ്പിലുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ വേദയോട് വിശദീകരിച്ചു. രാധ വന്നതും സജിന്റെ ഇഷ്ടവും എല്ലാം പറഞ്ഞു. വേദക്കത് കേട്ടപ്പോൾ അത്ഭുതമായി. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? സജിനെക്കുറിച്ച് മോശമായൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. കൂടെ കൂടി ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കിയെങ്കിലും അവൻ നല്ലൊരു പയ്യനാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടും രാധക്ക് അവൻ നന്നായിട്ട് ചേരും. രാധ കല്യാണം കഴിച്ചാൽ പിന്നെ നിങ്ങളുടെ പുറകെ നടക്കുന്ന ഈ ഒരു സ്വഭാവം അങ്ങ് മാറിക്കിട്ടുമല്ലോ. അവൾക്ക് വേണ്ടത് നല്ലൊരു ജീവിതം തന്നെയാണെന്ന് വേദ പറയും. വേദയുടെ വാക്കുകൾ വിക്രമിന്റെ മനസ്സിനെ വീണ്ടും ആഴത്തിൽ സ്പർശിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് ഞാനും നീയും കടന്നുപോയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇങ്ങനെ കടന്നു വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നെ മാറ്റിയെടുത്തു. അച്ഛനോടുള്ള പിണക്കം മാറ്റി എന്നെ പുതിയൊരു വിക്രമാക്കിയത് നീയാണ്. കരിങ്കല്ലായിരുന്ന എൻ്റെ മനസ്സിനെ ജയിച്ചു കളഞ്ഞത് നീയാണ്. എങ്ങനെ സാധിക്കുന്നു നിനക്കിതൊക്കെ? ഇപ്പോഴും ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എൻ്റെ ഈ മാറ്റം ദൈവം എനിക്ക് തന്ന ദാനമാണ്. നീ എനിക്ക് വേണ്ടി മാത്രം എൻ്റെ ഭാര്യയാവാൻ വിധിക്കപ്പെട്ടവളാണ്. വിക്രമിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വേദ പറയുന്നുണ്ട്. നിങ്ങളോടൊപ്പമുള്ള ഈ ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതെന്നും നിലനിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾ പുറമേ പരുക്കനാണെങ്കിലും ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ആ മനസ്സറിഞ്ഞാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത്. പിന്നെ പിന്നെ നിങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ലോകം. നിങ്ങളും ഒത്തുള്ള ജീവിതം പോലും ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ഇപ്പോൾ ഒരുമിച്ചുള്ള ഈ ഒരു ജീവിതം നമുക്ക് കിട്ടിയില്ലേ? ഒരു പവിത്രമായിട്ടുള്ള ബന്ധം നമ്മൾക്കിടയിലുണ്ട്. അതിനി നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല വിക്രം. വേദയുടെ വാക്ക് കേട്ട് വിക്രം വേദയുടെ കവിളുകൾ കയ്യിലേക്ക് കോരിയെടുത്തു പറഞ്ഞു. അതേ വേദേ, അതുതന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും. ഇനിയും നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ പിരിക്കാൻ ഒരു ശക്തിക്കുമാവില്ല. നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അവരുടെ പ്രണയം മുറിയുടെ നിശബ്ദതയിൽ അലയടിച്ചു. അതിനിടയിൽ രാധയുടെ അമ്മ സജിനുമായുള്ള വിവാഹത്തിന് രാധയെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. ഈ കല്യാണത്തിന് നീ സമ്മതിക്കണം രാധേ. സമ്മതിച്ചില്ലെങ്കിൽ ഇന്ന് ഈ അമ്മയെ ഇനി നീ കാണില്ല. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് രാധ അമ്പരന്നു. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ ബന്ധത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അമ്മേ. എൻ്റെ മനസ്സിൽ വിക്രം മാത്രമേ ഉള്ളൂ. എനിക്കൊരു കുടുംബജീവിതമുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ വിക്രമേട്ടൻ്റെ കൂടെ മാത്രമേ നയിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാധ ദേഷ്യം പിടിക്കും. രാധയുടെ അമ്മ ദേഷ്യവും നിസ്സഹായതയും കൊണ്ട് പ്രതികരിച്ചു. അവൻ എന്തൊരു കുറവാ ഉള്ളത്? വിക്രമിനേക്കാളും നല്ലവനാണ് അവൻ. അടിക്കും പിടിക്കും ഒന്നിനും പോവാറില്ല. യാതൊരുവിധ ദുശ്ശീലവുമില്ല. നിന്റെ അച്ഛനെ പോലെയൊന്നുമല്ല. കാണാനും സുന്ദരനാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നീ ഇതിനെ സമ്മതിക്കാത്തത്? വിക്രമിനെ വിചാരിച്ചിട്ടാണോ? എന്നാ പിന്നെ നീ അവനെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നോ? ഈ അമ്മയെ നീ ഇനി കാണില്ല. ഈ കല്യാണത്തിന് നീ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ മുന്നിൽ ഞാൻ അങ്ങ് കെട്ടിത്തൂങ്ങി ചാവുമെന്നൊക്കെ പറഞ്ഞ് രാധയെ ഭീഷണിപ്പെടുത്താൻ നോക്കാട്ടോ രാധയുടെ അമ്മ. എടി, ഇത് ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെയാണ്. നിന്നെ ഇങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നിനക്കിനി വരാനുമില്ല. എല്ലാം അറിഞ്ഞിട്ടാണ് അവൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്. നമ്മളെ സ്നേഹിക്കുന്നവരെയല്ലേ നമ്മൾ തിരിച്ച് സ്നേഹിക്കേണ്ടത്. നീ ഒന്ന് ഓർത്തോരാതെ. ഇതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ ചെയ്യും. ഞാൻ ഈ ഒരു കല്യാണത്തിന് നിനക്ക് സമ്മതമാണെന്ന് അവൻക്ക് വാക്ക് കൊടുക്കാൻ പോവാണ്. നീ എങ്ങാനും ഇതിനെതിരെ നിന്നാൽ പിന്നെ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കും. നിന്റെ അമ്മയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അമ്മ ഭീഷണിപ്പെടുത്തുകയാണ്. അമ്മയുടെ ഭീഷണി രാധയെ വിഷാദത്തിലാഴ്ത്തി. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടുകൂടെ തന്നെ അതിന് സമ്മതിച്ചെങ്കിൽ പോലും ഉള്ളിൽ വിക്രമിനോടുള്ള പ്രണയവും വേദയോടുള്ള പകയും കെട്ടടങ്ങിയിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഓട്ടോ സ്റ്റാൻഡിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു രാധ. അപ്പോഴാണ് ബൈക്കിൽ ചിരിച്ചും സംസാരിച്ചും സന്തോഷത്തോടെയും പോകുന്ന വിക്രമിനെയും വേദയെയും അവൾ കണ്ടത്. ആ കാഴ്ച രാധയുടെ മനസ്സിൽ അടങ്ങാനാവാത്ത ദേഷ്യവും പ്രതികാരവും നിറച്ചു. എൻ്റെ ജീവിതം നശിപ്പിച്ച എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാത്ത വിക്രമിനോടും വേദയോടും എനിക്കിനി അടങ്ങാനാവാത്ത പക തോന്നുന്നു. നിന്നെ എനിക്ക് വേണം വിക്രം. നീ എൻ്റെ ജീവനാണ്. പക്ഷേ അവളെ, ആ വേദയെ ഞാൻ വെറുതെ വിടില്ല. അവളുമൊത്ത് നീ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതേസമയം വിക്രവും വേദയും അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചു. അവർ പരസ്പരം ചന്ദനം ചാർത്തി. വിക്രം സിന്ദൂരമെടുത്ത് വേദയുടെ നെറ്റിയിൽ ചാർത്തി കൊടുത്തു. വേദ നാണത്തോടെ ചിരിച്ചു.
ഇപ്പോൾ നീ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ, വിക്രം പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ എന്താ സുന്ദരിയായിരുന്നില്ലേ? വേദയുടെ ചോദ്യം കേട്ട് വിക്രം ഒന്ന് ചിരിച്ചു. സുന്ദരിയൊക്കെ തന്നെയാണ്, പക്ഷേ ഈ സിന്ദൂരം കൂടി ചാർത്തുമ്പോൾ നീ ശരിക്കും മഹാലക്ഷ്മിയെ പോലെയുണ്ട്. എൻ്റെ സ്വപ്നത്തിലെ മഹാലക്ഷ്മിയെ പോലെ. എൻ്റെ ഭഗവതി, എൻ്റെ പാർവതി ദേവി, ഇതെല്ലാം നീയാണ്. ആ നിമിഷം കാറിലിരുന്നു കൊണ്ട് തന്നെ ശ്രീകാന്തും വർഷയും ഇതെല്ലാം തന്നെ കണ്ടു. അവരുടെ മനസ്സിൽ അസൂയയുടെയും പകയുടെയും തീ ആളിക്കത്തി. കണ്ടില്ലേ രണ്ടിൻ്റെയും പ്രണയം? എൻ്റെ ദർശനെ മറന്നിട്ട് അവൾ അവൻ്റെ കൂടെ ഇങ്ങനെ സുഖമായിട്ടൊന്നും ജീവിക്കരുത്. ശ്രീകാന്തിനെ നോക്കിയിട്ട് വർഷ പറഞ്ഞു. ശ്രീയേട്ടാ, എനിക്കിതൊന്നും കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ദർശൻ ഇവളെ നോക്കിയിട്ട് ജീവിക്കുകയാണ്. ഇതുവരെയും അവനൊരു വിവാഹം പോലും കഴിച്ചിട്ടില്ല. അവനൊരു വിഗ്രഹം പോലെ അവളെ മനസ്സിൽ കൊണ്ട് നടന്നു. അവളെ ഇനി നമുക്കൊന്നും ചെയ്യാനാവില്ല ശ്രീയേട്ടാ. വിക്രമാണെങ്കിൽ ഇപ്പോൾ അടിയും പിടിയും എല്ലാം നിർത്തിയിട്ട് അവൾ പറഞ്ഞത് മാത്രം അനുസരിച്ച് നടക്കുമല്ലേ, അവൾ പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിക്കുമല്ലേ പറയുന്നത്. അന്നേരം ശ്രീകാന്ത് പറഞ്ഞത് അവൻ്റെ ഈ ഒരു സ്വഭാവമെല്ലാം മാറ്റിയെടുക്കാം എന്നെ കൊണ്ട് കഴിയും, അതിനുള്ള മാർഗമെല്ലാം തന്നെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രമിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാണ് ശ്രീകാന്ത്. അങ്ങനെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം വിക്രമും വേദയും ബൈക്കിൽ കയറിപ്പോയതിനു ശേഷം ശ്രീകാന്ത് വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കി. വിക്രം വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഗുണ്ടകൾ അവനെ വളഞ്ഞാക്രമിച്ചു. പഴയ വിക്രമായിരുന്നെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ അവനെ തല്ലി ഓടിക്കുമായിരുന്നു. എന്നാൽ ഈ പുതിയ വിക്രം വേദക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. ഞാൻ ഇനി ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകില്ല, ആരുമായിട്ട് പ്രശ്നമുണ്ടാക്കില്ല, ആരുമായിട്ട് തല്ലുകയുമില്ല. വേദക്ക് കൊടുത്ത ആ ഒരു വാക്ക് പാലിക്കാനായിട്ട് വിക്രമിനെ കുറേ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്ന സമയത്തിന് ഒരടി പോലും വിക്രം തിരിച്ചു തല്ലിയില്ല. അവൻ അവരുടെ അടികളെല്ലാം തന്നെ നിസ്സഹായനായി ഏറ്റുവാങ്ങി. ഓരോ അടിയും അവൻ്റെ ശരീരത്തിൽ വേദനയുടെ തീവ്രമായ അലകൾ ഉയർത്തി. അവൻ വേദന കടിച്ചമർത്തി നിലത്ത് വീണു. ഈ സമയം ശങ്കരനാരായണനും ശ്രീകാന്തും കാറിൽ അതുവഴി വന്നു. അത് വിക്രമല്ലേ? ആരെല്ലാമോ ചേർന്നിട്ട് അവനെയാണല്ലോ അടിക്കുന്നത്. കാർ നിർത്തി ശ്രീകാന്തെ, ശങ്കരൻ അലറിക്കൊണ്ടു പറഞ്ഞു. വിക്രമിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടും ശ്രീകാന്തിന് സന്തോഷമാണ് തോന്നിയത്. എന്നിരുന്നാലും അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ പെട്ടെന്ന് തന്നെ കാറ് നിർത്തി. ശങ്കരൻ പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഇതോടെ ഗുണ്ടകളെല്ലാം തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. വിക്രം അവശനായി രക്തത്തിൽ കുളിച്ച് റോഡിൽ കിടന്നു. എന്താ ശ്രീകാന്തെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വിക്രമിനെ പോയി പിടിക്ക്, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ശങ്കരനാരായണൻ ആജ്ഞാപിച്ചു. ശ്രീകാന്ത് മനസ്സില്ല മനസ്സോടെ വിക്രമിനെ പിടിക്കാനായി പോയി. ശങ്കരനും ശ്രീകാന്തും ചേർന്ന് വിക്രമിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. വേദയെ ഈ വിവരം അറിയിക്കാൻ ശങ്കരനാരായണൻ തയ്യാറായപ്പോൾ ശ്രീകാന്ത് അതിനെ വിസമ്മതിച്ചു. എനിക്ക് വയ്യ അച്ഛ, അച്ഛൻ തന്നെ പറഞ്ഞാൽ മതി, കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ, നമുക്ക് പോവാം. എടാ, നിനക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിൽ ശരി, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശങ്കരൻ നേരെ വേദയെ വിളിച്ചു. മോളെ, ഞാനും ശ്രീകാന്തും കാറിൽ വരുന്ന നേരം ആരെല്ലാമോ ചേർന്ന് വിക്രമിനെ തല്ലുകയായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ശങ്കരൻ പറഞ്ഞു. അത് കേട്ട് വേദ ഞെട്ടലോട് ചോദിക്കുന്നുണ്ട്. എന്താ അച്ഛാ, എന്താ വിക്രമിനെ പറ്റിയത്? ആരാണ് എൻ്റെ വിക്രമിനെ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാം അച്ഛാ എന്നും പറഞ്ഞ് വീട്ടിൽ ആരോടും പറയാതെ വേദ ഒറ്റയ്ക്ക് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി. ശങ്കരൻ ശ്രീകാന്തിനെ ഉപദേശിച്ചു. വിക്രം ഇപ്പോൾ പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. അന്നത്തെ വിക്രമൊന്നുമല്ല ഇപ്പോൾ. വേദ അങ്ങനെ ഒരുപാട് അവനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരാണ്. എങ്കിലും നിനക്ക് വിക്രമിനോടുള്ള ദേഷ്യം അവസാനിപ്പിക്കുന്നതാണ് ശ്രീകാന്തെ നല്ലത്. അന്നേരം ശ്രീകാന്ത് ഒന്നും തന്നെ മിണ്ടാതെ നിന്നു. വേദ കരഞ്ഞുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി. എൻ്റെ വിക്രമിന് എന്താ പറ്റിയത്? എനിക്ക് അവനെ ഒന്ന് കാണണം, ശങ്കരൻ അവളെ ആശ്വസിപ്പിച്ചു. വിക്രം ഇപ്പോൾ ഒബ്സർവേഷനിൽ കിടക്കുകയാണ്, ഡോക്ടർ വരട്ടെ എന്നിട്ട് കാണാം. പേടിക്കണ്ട മോളെ, വിക്രമിനൊരു കുഴപ്പമില്ല. കൃത്യസമയത്ത് ഞങ്ങൾ അവിടെ എത്തിയതുകൊണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതുകൊണ്ടും വിക്രമിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയാട്ടോ. വേദയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സങ്കടം വന്നു. പിന്നെ വേദയുടെ ചോദ്യം രോഷം നിറഞ്ഞതായിരുന്നു. അച്ഛാ, ആരാണത് ചെയ്തതെന്നറിയാമോ? അവരെ ഇനി കണ്ടാൽ അറിയാൻ പറ്റുമോ? ശ്രീകാന്ത് ഉടനെ തന്നെ ഒരു കുത്തുവാക്ക് പോലെ പറഞ്ഞു. അതൊക്കെ വേദയുടെ ഭർത്താവിനെ അറിയായിരിക്കും, അയാളൊരു ഗുണ്ടയാണല്ലോ. അവൻ്റെ ശത്രുക്കൾ തന്നെയായിരിക്കും അവനെ ഇരുന്ന് ആക്രമിച്ചത്. ദേഷ്യത്തോടെ വേദ ശ്രീകാന്തിനെ നോക്കി പറഞ്ഞു. അതേതായാലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. വിക്രമിനെ തല്ലിച്ചതച്ചത് ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ശ്രീകാന്തിനെ സംശയത്തോടെ നോക്കിക്കൊണ്ടാണ് വേദ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഡോക്ടറുടെ അനുമതിയോടുകൂടി തന്നെ വേദ വിക്രമിൻ്റെ അരികിലേക്ക് ഓടിയെത്തി. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ വിക്രമിൻ്റെ നെറ്റിയിലും കവിളത്തും എല്ലാം ഉമ്മവെച്ചു. ആരാ വിക്രം? ആരാ ഇതെല്ലാം ചെയ്തു? എന്തിനായിരിക്കും അവരിതെല്ലാം നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ ഇതെല്ലാം തന്നെ അവസാനിപ്പിച്ചതല്ലേ? എന്നിട്ട് പോലും വീണ്ടും. വേദയുടെ വാക്കെല്ലാം കേട്ട് വിക്രം വേദനയോടെ അവളെ നോക്കി. ഞാൻ ഒരടി പോലും തിരിച്ചു തല്ലിയിട്ടില്ല വേദ. നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. നിനക്ക് വേണ്ടി എല്ലാ വേദനകളും ഞാൻ സഹിച്ച് അവരുടെ അടിയെല്ലാം തന്നെ ഞാൻ കൊണ്ടു നിൽക്കുകയായിരുന്നു. ഇനി ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങോട്ടേക്ക് ചുമ്മാ പ്രശ്നത്തിന് വന്നതാണ് അവർ. ഞാൻ തിരിച്ച് അവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല.
വിക്രമിൻ്റെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ വേദ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എനിക്ക് പിന്നെ ആരുണ്ടാവും? എൻ്റെ അച്ഛനും അമ്മക്കും അതൊന്നും ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അങ്ങനെ തല്ലുകൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല വിക്രം. അനാവശ്യമായിട്ട് ആരെങ്കിലും തല്ലാൻ വന്നാൽ തിരിച്ചു തല്ലണം. അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. എൻ്റെ വാക്ക് നിങ്ങൾ അന്നേരം അങ്ങ് മറന്നേക്കണം എന്നൊക്കെ പറയും. അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ വേദയെ നോക്കി. കരയേണ്ട വേദേ, എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഏട്ടനും അച്ഛനുമാണ് എന്നെ രക്ഷിച്ചത്. പിന്നെ ആരാണ് എന്നെ തല്ലിയതെന്ന് എനിക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ വേദ പറയുന്നുണ്ട്, എനിക്ക് സംശയം ശ്രീയേട്ടനെയാണ്. അന്നേരം വിക്രം പറയുന്നുണ്ട്, വേണ്ട വേദേ, ആരെയും കുറ്റക്കാരാക്കണ്ട. അത് വിട്ടേക്ക്. എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. നീ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല. എപ്പോഴും നീ കൂടെയുണ്ടായാൽ മാത്രം മതി. അന്നേരം വേദ വിക്രമിൻ്റെ കൈകളെല്ലാം ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ നോക്കി. വിക്രമും വേദയും വീട്ടിലേക്ക് വന്നതിന് ശേഷം വിക്രം ബൈക്കിൽ നിന്നും വീണതാണെന്ന് എല്ലാവരോടും പറഞ്ഞു. അധികം താമസിയാതെ സജിൻ്റെ പെണ്ണുകാണൽ ചടങ്ങും രാധയുടെ വീട്ടിൽ വെച്ച് നടന്നു. പെണ്ണുകാണൽ ചടങ്ങിന് രാധ ഒരുങ്ങിക്കൊണ്ട് തന്നെ ചായ കൊണ്ടുപോയി കൊടുത്തു. രണ്ട് വീട്ടുകാരും ചേർന്ന് കൊണ്ട് തന്നെ ആ ഒരു വിവാഹം ഉറപ്പിച്ചു. രാധ നന്നേ വിഷമിച്ചിരുന്നു. എന്നാൽ വേദയെ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്തണമെന്ന ചിന്ത അവളിൽ ശക്തമായിരുന്നു. ഇതേ സമയത്ത് തന്നെ രാധയുടെ അമ്മ വിവാഹ ചെലവിനായി പണമില്ലാതെ വിഷമിച്ചു. അവർ പലവരോടും കാശിനു വേണ്ടി ചോദിച്ചു. ഇതറിഞ്ഞ വിക്രം വേദയോട് പറഞ്ഞു, രാധയുടെ കല്യാണം നടത്താൻ കുറച്ച് കാശ് വേണം. അവൾ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ പുറകെ നടക്കുമല്ലേ. എന്നെ മനസ്സിൽ കൊണ്ടു നടന്നവളാണ് അവൾ. പിന്നെ ഒരുപാടധികം ആപത്തിൽ നിന്നും അവൾ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അതൊന്നും മറക്കാൻ എന്നെ കൊണ്ടാവില്ല. അന്നേരം വേദ ഒട്ടും തന്നെ ആലോചിക്കാതെ പ്രതികരിച്ചു. എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ട് വിക്രം. അതുമാത്രമല്ല ബാങ്കിൽ കുറച്ച് കാശുമുണ്ട്. തൽക്കാലം അതെടുത്തു കൊടുത്താലോ? രാധയുടെ കല്യാണം നടക്കട്ടെ. കുറച്ച് കാശെടുത്ത് നമുക്ക് രാധയുടെ അമ്മക്കും കൊടുക്കാം. ഈ കാര്യം ആരും അറിയണ്ട. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയട്ടോ വേദ. അന്നേരം വിക്രം മടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട വേദേ, അതൊക്കെ നിന്റെ കാശല്ലേ. വേദയുടെ മറുപടി അവരുടെ ബന്ധത്തിൽ ആഴം വെളിവാക്കി. നിന്റെ നിങ്ങളുടെ എന്നൊന്നുമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വിക്രം. ഇത് നമ്മുടെ കാശാണ്. നമ്മുടെ കാശാണെന്ന് കരുതിയാൽ മതി. അത് നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. അതിനി മറ്റാരും അറിയാതിരുന്നാൽ പോരെ. വിക്രം സ്നേഹത്തോടെ വേദയെ നോക്കി. അവൻ്റെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞു. അങ്ങനെ വിക്രമും വേദയും വിവാഹ ചിലവിനും സ്വർണത്തിനുമായി ആവശ്യമുള്ള കാശുമായി രാധയുടെ വീട്ടിലേക്ക് പോയി. അവർ രാധയുടെ അമ്മയെ കണ്ട് രഹസ്യമായി പണം നൽകി. രാധയുടെ അമ്മക്ക് ഒത്തിരിയധികം സന്തോഷമായി. അവർ കരഞ്ഞുകൊണ്ട് വേദയോട് നന്ദി പറഞ്ഞു. വിക്രമും വേദയും പോയതിനു ശേഷം രാധ ദേഷ്യത്തോടെ വീട്ടിലേക്ക് വന്നു. അവൾ വേദയെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചു. അവൾ കാരണമാണ് എനിക്ക് വിക്രമിനെ നഷ്ടമായതെന്നും വിക്രം എൻ്റേതായിരുന്നു എന്നും അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് രാധ അമ്മയോട് സംസാരിച്ചു. ഇത് കേട്ട് രാധയുടെ അമ്മക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. രാധയുടെ അമ്മ ദേഷ്യം വന്നുകൊണ്ട് തന്നെ രാധയുടെ കരണം നോക്കിയിട്ട് ഒരൊറ്റൊന്നങ്ങ് പൊട്ടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഇത് കണ്ടോ നീ? വിക്രവും വേദയും കൂടി നിന്റെ കല്യാണത്തിന് വേണ്ടി കൊണ്ടുവന്ന കാശാണിത്. ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ വേദയുടേതാണ്. ആ കൊച്ചുകുട്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശാണിതൊക്കെ. ഇതൊന്നും പ്രതീക്ഷിക്കാതെയാണ് ആ കുട്ടി നിനക്ക് വേണ്ടി ഇതൊക്കെ ഇവിടെ തന്നിട്ട് പോയത്. ആ പാവത്തിനെയാണോ നീ ഇങ്ങനെ കുറ്റം പറയുന്നത്? എടി, കാര്യം അറിയാതെ നീ അവളെ ഇങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പാപം കിട്ടും. സ്വന്തം ചേച്ചിയെ പോലെ കാണേണ്ടത് പകരം നീ എന്തിനാ അവളെ എങ്ങനെ ശപിക്കുന്നത്? നീ പോയിട്ട് അവളുടെ കാല് തൊട്ട് മാപ്പ് പറഞ്ഞാലും ഈ നന്ദിയൊന്നും മതിയാവില്ല. അമ്മയുടെ വാക്കുകൾ രാധയുടെ ഹൃദയത്തിൽ തറച്ചു. അവൾക്ക് ഒത്തിരി സങ്കടമായി. വിഷമത്തോടെ കുറ്റബോധത്തോടെ രാധ വേദയെ ഓർത്തു. താൻ വെറുക്കുകയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത വേദ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഒരു മാലാഖയെ പോലെ രക്ഷകയായി വന്നിരിക്കുന്നു. തൻ്റെ കണ്ണിൽ വെറും സൗഹൃദം മാത്രമുണ്ടായിരുന്ന വിക്രമിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലുതാണ് തൻ്റെ കഷ്ടപ്പാടിൽ സഹായിച്ച വേദയുടെ സ്വാർത്ഥ സ്നേഹമെന്ന് അവൾ മനസ്സിലാക്കി. മാനസാന്തരപ്പെട്ട രാധ കണ്ണീരോടെ വേദയെ കണ്ട് മാപ്പ് പറഞ്ഞു. വിക്രം ഇതെല്ലാം സന്തോഷത്തോടെ നോക്കി നിന്നു. വേദ രാധയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. അവർക്കിടയിലെ ശത്രുതയുടെ മതിൽ അലിഞ്ഞില്ലാതായി. വിക്രമിൻ്റെയും വേദയുടെയും പവിത്രമായ ബന്ധം രാധയുടെ ഹൃദയത്തിലും വെളിച്ചം നിറച്ചു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റുകൾ തന്നെയാണ് പവിത്രം സീരിയലിന് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.